കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2024 സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിലുള്ള ദൃഢബന്ധത്തിന്റെ പ്രതീകമെന്ന നിലയിൽ സൗദി 94ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈനിലുടനീളം കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളിലും പച്ചനിറത്തിൽ അലങ്കരിച്ചു. ഔദ്യോഗിക സ്വകാര്യ സ്ഥാപനങ്ങൾ പച്ചനിറത്തിൽ പ്രകാശിപ്പിച്ചു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ഡിലൈറ്റഡ് ടു സീ യു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. സൗദി പൗരന്മാരെ സ്വാഗതം ചെയ്യുന്നതിനായി വൈവിധ്യമാർന്ന വിനോദ സാംസ്കാരിക പരിപാടികളാണ് ക്യാമ്പയിനിൽ ഒരുക്കിയത്. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കിങ് ഫഹദ് കോസ്വേ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ ആകർഷകമായ പോസ്റ്ററുകളും ഡിസൈനുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ വിടുന്ന രക്ഷിതാക്കൾ അശ്രദ്ധമായി വാഹനമോടിക്കുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അധികൃതർ വ്യക്തമാക്കി. അശ്രദ്ധമായി വാഹനമോടിക്കുകയും ഫോൺ ഉപയോഗിക്കുകയും അപകട സ്ഥലങ്ങളിൽ അശ്രദ്ധമായി പാർക്ക് ചെയ്യുകയും റോഡിന് നടുവിൽ വാഹനം നിർത്തി വിദ്യാർത്ഥികളെ ഇറക്കിവിടുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക, അമിത വേഗത്തിൽ വാഹനമോടിക്കുക, കുട്ടികളെ സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കാതെ വാഹനമോടിക്കുക, 10 വയസ്സിന് താഴെയുള്ളവരെ മുൻവശത്തെ സീറ്റിലിരുത്തുക തുടങ്ങിയ നിരവധി നിയമലംഘനങ്ങളാണ് രക്ഷിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെയുള്ള നടപടികൾ ഊർജിതപ്പെടുത്തുമെന്നും അധികാരികൾ ഓർമ്മിപ്പിച്ചു. കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 14ാം എഡിഷൻ ബഹ്റൈൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവിന്റെ ഔദ്യോഗിക വിളംബരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. നവംബർ 8-ന് മനാമയിൽ നടക്കുന്ന സാഹിത്യോത്സവിൽ അനേകം കലാപ്രതിഭകൾ മത്സരിക്കും. നാടുവിട്ടവർ വരച്ച ജീവിതം എന്ന തീമിൽ ഒരുങ്ങുന്ന പ്രവാസി സാഹിത്യോത്സവ് ബഹ്റൈനിലെ മലയാളി സമൂഹത്തിനിടയിലെ സവിശേഷമായ കലാസാഹിത്യ സംഗമമായി മാറും. ബഹ്റൈനിലടക്കം 19 രാഷ്ട്രങ്ങളിൽ പ്രവാസി മലയാളികളായ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സർഗശേഷിയെയും ആവിഷ്കാരങ്ങളെയും പരിപോഷിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമായി വിവിധയിനം കലാമത്സരങ്ങൾ പ്രവാസി സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കും. ബഡ്സ്, കിഡ്സ്, പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. ജാതിമത ലിംഗഭേദമന്യേ മുഴുവൻ മലയാളികളായ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സർഗശേഷിയെയും ആവിഷ്കാരങ്ങളെയും പരിപോഷിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമായി വിവിധയിനം കലാമത്സരങ്ങൾ പ്രവാസി സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കും. ബഡ്സ്, കിഡ്സ്, പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. ജാതിമത ലിംഗഭേദമന്യേ മുഴുവൻ മലയാളികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. 99 ഇനങ്ങളിലാണ് സാഹിത്യോത്സവിൽ മത്സരങ്ങൾ നടക്കുക. ബഹ്റൈൻ പ്രവാസികൾക്കിടയിൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ സേവന രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ 45ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. സൽമാബാദ് ഗൾഫ് ഫെയർ ക്ലബ്ബിൽ UAE മതകാര്യ ഉപദേഷ്ടാവ് അയ്യൂൽ ഹാഷിമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായിരുന്നു. 6 മാസം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാഭ്യാസ, സാംസ്കാരിക, സേവന മേഖലകളിൽ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളാണ് ICF നടപ്പിലാക്കുന്നത്. ICF നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് ബുക്കാമാസ്, ബഹ്റൈൻ ശരിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഷെയ്ഖ് ഇബ്രാഹിം റാഷിദ് മരീക്കി, ശരിയ കോടതി ജഡ്ജ് ഷെയ്ഖ് ഹമദ് സാമി ഫളിൽ അൽ ദോസരി, എഞ്ചിനീയർ ഷെയ്ഖ് സമീർ ഫായിസ്, ഇബ്രാഹിം സഖാഫി താത്തൂർ, KPCC സെക്രട്ടറി KP ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ICF ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സ്വാഗതവും ഷാനവാസ് മദനി നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
ലുലു മണി സ്നേഹപൂർവ്വം. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു നൽകാനായി സഹായം കൈമാറി. BMCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിനു വേണ്ടി KPF ധനസഹായം. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന് KPF പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൽ, ജനറൽ സെക്രട്ടറി ഹരീഷ് PK, ട്രഷറർ ഹാജി പുതുക്കുടി, എക്സിക്യൂട്ടീവ് മെമ്പർ മിഥുൻ നാദാപുരം എന്നിവർ ചേർന്നാണ് കൈമാറിയത്. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ അങ്കമാലി നെടുമ്പാശ്ശേരി ഒക്ടോബർ 4-ന് പൊന്നോണം 2024 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘടനയുടെ പ്രസിഡന്റ് ഡന്നി മഞ്ഞളി, സെക്രട്ടറി ഡോളി ജോർജ് എന്നിവർ അറിയിച്ചു. BMC ഹാളിൽ നടക്കുന്ന പരിപാടിയുടെ നടത്തിപ്പിനു വേണ്ടി മുതിർന്ന അംഗം പൊളി പറമ്പിയുടെ നേതൃത്വത്തിൽ ഷിബു ജനറൽ കൺവീനറായി വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപവൽക്കരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് റൈസൻ വർഗീസ്, കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ അറിയിച്ചു. കേരള നേറ്റീവ് ബോൾ അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വിശിഷ്ടാതിഥികളായി M. വിൻസെന്റ് MLA, ഫ്രാൻസിസ് കൈതാരത്ത്, മോനി ഓടിക്കണ്ടത്തിൽ, രാജു കല്ലുംപുറം, ബോബി പാറയിൽ, EV രാജീവൻ, രാജേഷ് പെരിങ്ങുഴി, തോമസ് ഫിലിപ്പ്, ഷാച്ചിൽ അലക്കൽ എന്നിവർ പങ്കെടുത്തു. രഞ്ജിത്ത് കുരുവിള ചെയർമാൻ, മോബി കുര്യാക്കോസ് പ്രസിഡന്റ്, രൂപേഷ് സെക്രട്ടറി എന്നിവർ സന്നിഹിതരായിരുന്നു. സംഗമത്തിൽ 2024 ഒക്ടോബർ 4 നടത്തുന്ന ഞറലോത്ത് ഡേവീസ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള നാടൻ പന്തുകളി മത്സരം പോസ്റ്റർ പ്രകാശനം MLA നിർവഹിച്ചു. കോട്ടയം നിവാസികളുടെ കായിക വിനോദമായ നാടൻ പന്തുകളി കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും പരിചയപ്പെടുത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായി 37345011 അല്ലെങ്കിൽ 33371095 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ.